ഈ നജാസ് എം ഷബി സിദ്ദീഖ് ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് പറയുന്നു. അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ അകത്തായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മൾ ആദ്യം അതിന് പറയേണ്ട പേര് ഇയാളുടേതല്ല. സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന ഒരാളെ UP പോലീസ് അകത്തിട്ടു. അതിനെതിരെ ഇവിടെ പത്രപ്രവർത്തക യൂണിയനാണ് ശക്തമായിട്ട് പ്രതിഷേധിച്ചതും ഒരു പാവം പത്രപ്രവർത്തകനെ അകത്തിട്ടിരിക്കുന്നു. മനുഷ്യാവകാശ ലംഘനം. ആരായിരുന്നു സിദ്ദിഖ് കാപ്പൻ? ഏത് പത്രത്തിൻ്റെ പ്രതിനിധിയായിരുന്നു? കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു ഓൺലൈൻ പോർട്ടലിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി. കേരളത്തിൽ പോലും പ്രതിനിധികളില്ലാത്ത ആ പോർട്ടലിന് എന്തിനാണ് ഡൽഹിയിലൊരു പ്രതിനിധി? ആദ്യം ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ചാണ്. അവിടെ നിന്ന് വെറുതെ ഒരു കാരണവുമില്ലാതെ ഒരു മുസ്ലിം നാമധാരി എന്നുള്ള പേരിൽ പിടിച്ചകത്തിടും. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അകത്ത് കിടക്കുന്നത്. ഇപ്പോൾ ആ മുറവിളി ഒട്ടൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പറഞ്ഞ പേര് നജാസ് എം ഷബി സിദ്ദീഖ്, എറണാകുളംകാരനാണ്. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് വെളിയിൽ നിന്നാണ്. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പൂനെയിൽ എവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഇയാളെക്കുറിച്ച് അന്വേഷിച്ച് വരുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ. ഒരു RSS നേതാവിൻ്റെ മകളെ പ്രലോഭിപ്പിച്ച് പ്രണയിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു കഥയുണ്ട്. അത് പറഞ്ഞു വന്നാൽ ലവ് ജിഹാദ് തന്നെയാണ്. മറ്റ് പല പെൺകുട്ടികളുടെയും കഥകൾ കേൾക്കുന്നു. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട പെൺകുട്ടിയെ, കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പോലീസ് വെറുതെ വിട്ടു. ഇവൻ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു. ഇവനിൽ നിന്ന് 2 തോക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. പത്രപ്രവർത്തനാണെങ്കിൽ അവന് പേനയല്ലേ വേണ്ടത്? എന്തിനാണ് തോക്ക്? ഇനിയിപ്പോൾ ഓൺലൈൻ പോർട്ടലാണെങ്കിൽ അവന് കമ്പ്യൂട്ടറാവാം, മൊബൈലാവാം, 2 3 മൊബൈലാവാം. അതിലായിരിക്കും ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പറയുക. ഇവനൊന്ന് തോക്ക് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ രാജ്യാന്തര ഭീകരൻ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയായിരുന്നു. പ്രധാനമന്ത്രി ഒരുപാട് വാനോളം പുകഴ്ത്തി. ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ആ പേര് തന്നെ ഒരു പ്രത്യേക വൈകാരികമായിട്ടാണ് എടുത്തത്. കാരണം വിധവകളാക്കപ്പെട്ട, അച്ഛനെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾ മായ്ച്ചവർക്കുള്ള മറുപടിയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ അതിനെതിരെ പോസ്റ്റ് ഇട്ടെങ്കിൽ ഇവൻ്റെ ഉള്ളിലിരിപ്പെന്നാണ്. ഇത് പലപ്പോഴും ഈ തീവ്രവാദ ബന്ധം ഉണ്ടെങ്കിൽ പോലും അറിയാതെ മനസ്സിൽ നിന്ന് തിരതള്ളി വരുന്നതാണ് ഈ പോസ്റ്റായിട്ട് വരുന്നത്. ഈ പോസ്റ്റ് ഇട്ടാൽ ഇവൻ പിടിക്കപ്പെടും എന്ന് അതിടുന്ന സമയത്ത് ചിന്തിക്കുന്നില്ല. എൻ്റെ വികാരം, ആ തിരത്തള്ളൽ, അതൊന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്ന് പറഞ്ഞിടുകയാണ്. നിമിഷം കൊണ്ട് പോലീസ് പൊക്കിയില്ലേ. ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നു ഇവനെക്കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ട്. ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോംബെ ഭീകരാക്രമണത്തിൽപ്പെട്ടിരുന്നവൻ അവൻ കേരളത്തിൽ വന്ന് പഠിച്ചു. കേരളത്തിൽ വന്ന് പഠിച്ചത് വേറെ ഒരു സ്ഥലത്ത് പോയി പഠിക്കാൻ ഇതില്ലാഞ്ഞിട്ടാണോ? അവൻ ഫാർമസി കോഴ്സ് പഠിക്കാനാണ് കേരളത്തിൽ വന്നത്. അത് മാത്രമല്ല അവൻ MBA കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരിക്കുക. ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസിയല്ല, സോറി, MBA കഴിഞ്ഞിട്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ വന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഇവിടുന്ന് ആളെ റിക്രൂട്ട് ചെയ്യുക, ഇവിടുത്തെ തട്ടകം ഒന്ന് പഠിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാണ് കേരളത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ വന്ന് റിക്രൂട്ട് ചെയ്തവനൊക്കെ ആയിരിക്കാം ഈ പേരുകാരനൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ നേരത്തെ മുതൽ പറയുന്നത് പോലെ എന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെ പാകിസ്ഥാനോട് പ്രേമവും ഇന്ത്യയോട് വിരോധം തോന്നാൻ കാരണം? ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്ന് അവരുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്നു. ഇന്ത്യ ഹിന്ദു രാജ്യമൊന്നുമല്ല, മതേതരത്വത്തെ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നുകൊണ്ട് അവർ ഹിന്ദുത്വ അജണ്ടയുണ്ട് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാലും ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ മറ്റേത് മതസ്ഥരോ ആയിക്കോട്ടെ, അവർക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടി വരുമോ? വരില്ല. എന്നാൽ അന്യരാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറുന്നവർക്ക് റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ
അതിനെ ഈ നാട്ടിൽ ജീവിക്കുന്നവർ എന്തിനാണ് എതിർക്കുന്നത്? ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലേക്ക് അന്യനാട്ടിൽ നിന്നും കുടിയേറ്റക്കാർ വരുമ്പോൾ അവർ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊരു ഹിന്ദു വന്നാൽ സ്വീകരിക്കണം. അവർക്കവിടെ ജീവിക്കാൻ മാർഗമില്ലാത്തതാണ്. പാകിസ്ഥാനിൽ നിന്നൊരു മുസൽമാൻ വന്നാൽ അവനെ എന്തിനാ സ്വീകരിക്കുന്നത്? ഈ ചോദ്യം പ്രസക്തമല്ല. തീർച്ചയായിട്ടും. അവർക്കവിടെ മതപരമായ ഒരു ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുവിനുണ്ടാവും. മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ അതില്ല. അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. ഇത് കൊണ്ടുവന്നപ്പോൾ ഉടനെ ഇത് ഹിന്ദുത്വ അജണ്ടയാണ്, ഹിന്ദു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ രൂഢമൂലമായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ചെറുപ്പം മുതൽ ഇവരെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരുണ്ട്. ഇവർ പഠിച്ചു വെക്കുന്നത് ലോകം മൊത്തം മുസ്ലിം രാജ്യമാകണം, മുസ്ലിം ലോകമാകണം. മുസ്ലിം ലോകമുണ്ടായാലേ അതായത് ഒരു മുസൽമാന് സമാധാനമായിട്ട് മരിക്കാൻ പറ്റും, അവർക്ക് സ്വർഗം കിട്ടും. ഇത് 3 വയസ്സ് മുതൽ തലച്ചോറിലേക്ക് കയറ്റി കൊടുക്കും. ഖുറാനിലൂടെ വചനങ്ങളിലൂടെ. ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ 8 വയസ്സ് വരെയാണ് ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ 8 വയസ്സ് വരെ രൂഢമൂലമാവുന്ന കാര്യങ്ങൾ, പതിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങൾ പിന്നെ അവിടുന്ന് പോവില്ല. അതവൻ IAS കാരനായാലും IPS കിട്ടിയാലും അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റായി മാറിയാലും ലോകമെമ്പാടും പോയി പഠിച്ചാലും ഈ 8 വയസ്സിനുള്ളിൽ തലച്ചോറിൽ കയറിയിരിക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ പതിഞ്ഞു കിടക്കും. അത് ഈ സ്വർഗമായിട്ടും ഹൂറിയായിട്ടും ഈ മുസ്ലിം രാജ്യമായിട്ട് ലോകമായിട്ടും ഒക്കെ അത് പതിഞ്ഞു കിടക്കും. ഏതവസ്ഥയിലെത്തിയാലും അവൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അത് ഈ ചില സമയത്ത് പാമ്പ് പത്തി വിടുന്ന പോലെ വരും. ഇപ്പോൾ ഈ പാകിസ്ഥാനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെയുള്ളവർ ഈ പറയുന്ന പോസ്റ്റുകൾ ഇടുകയും ഇതൊക്കെ ചെയ്യുന്ന ആ പാമ്പ് പണമുയർത്തുന്നു. അവരുടെ ഉള്ളിൽ കിടക്കുന്ന വികാരം ഇത് തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് മിണ്ടാതിരിക്കുന്നു, നിശബ്ദത പാലിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, അത് രാജ്യസ്നേഹമുള്ളത് കൊണ്ടല്ല. കാരണം ഇപ്പോൾ മൊത്തം മനുഷ്യർ ഇതിൽ ഇങ്ങനെ ആകൃഷ്ടരായിരിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ പൊങ്കാലയിടുമെന്നോ പേടിച്ചിട്ട്, അല്ല അവരുടെ ഉള്ളിൽ ശരിയായ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഇനി ഒരു അവസരം വരുമ്പോൾ പറയും. ഞാനിപ്പോൾ ഈ സത്യസന്ധമായി പറയാണ്, ഈ വഖഫ് ഭേദഗതി ഇവിടെ രാഷ്ട്രീയക്കാരെ തരത്തിൽ പിടിക്കുന്നുണ്ട്, പ്രതിപക്ഷം അങ്ങനെ പറയുന്നു. ഞാൻ എത്ര ആലോചിച്ചിട്ടും അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് ദോഷമാകുന്നത് എനിക്ക് മനസ്സിലാവും. ഞാനതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ ശ്രമിക്കും. ഇനി വഖഫ് കമ്മിറ്റിയിൽ മറ്റ് അന്യമതസ്ഥരെ കൊണ്ടുവരണമെന്ന് പറയുന്നതൊക്കെ അത് മാറ്റാൻ സമ്മതിച്ചു. പക്ഷേ അല്ലാതെ ഏതർത്ഥത്തിലാണ് അത് മുസ്ലിം സമുദായത്തെ ദോഷകരമായി ബാധിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല, എത്ര വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും വന്ന് കമന്റ് എഴുതും, നിനക്ക് മനസ്സിലാവില്ല, നീ സംഘിയല്ലേ, അല്ലെ നീ ക്രിസംഘിയല്ലേ എന്നൊക്കെ പറയുമായിരിക്കും. യഥാർത്ഥ മുസ്ലിം അതിനെ അംഗീകരിക്കുന്നുണ്ട്. യഥാർത്ഥ മുസ്ലിം അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഒരു പരിധി വരെ പറയുന്നത് അത് മുസ്ലിംസിന് ഗുണകരമാണ്. തീർച്ചയായിട്ടും. അല്ലാതെ മറ്റ് ഹിന്ദുക്കൾക്കോ മറ്റു മതസ്ഥർക്കോ അല്ല. അത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയക്കാർ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷമായാലും മറ്റ് ചെറിയ ചെറിയ ഈർക്കിലി പാർട്ടികളായാലും. അതായത് ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞു, ശരിയല്ലേ? ഇവിടെ കേരളത്തിൽ ഹമാസിന് അനുകൂലമായിട്ട് പ്രക്ഷോഭം നടത്തിയില്ലേ, ജാഥ നടത്തിയില്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പാകിസ്ഥാനെതിരെ ഒരു ജാഥ നടത്താത്തത്? ഇന്ത്യക്കെതിരെ, ഇന്ത്യയിലെ സാധുക്കളെ കൊന്നൊടുക്കിയ ഈ മത തീവ്രവാദികൾക്കെതിരെ എന്തുകൊണ്ടാണ് ജാഥ നടത്താത്തത്? ബിൻ ലാദന് വേണ്ടി നടത്തിയില്ലേ? ഇല്ലേ? നടത്തി. അപ്പോൾ ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ഇവിടെ മലയാളക്കരയിൽ ജീവിക്കുന്ന മലയാളികൾ എന്താണ് മനസ്സിലാക്കേണ്ടതിൽ നിന്ന്? അവർക്കാർക്കും ഇന്ത്യയോട് സ്നേഹമില്ല, സ്വന്തം രാജ്യത്ത് സ്നേഹമില്ലെന്നല്ലേ മനസ്സിലാക്കുന്നത്? ഇവിടെ എന്താണ്, എത്രയോ സ്ഥലത്ത് ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരോട് ഞാൻ പറയുകയാണ്, സ്വന്തം മണ്ണിനോട് സ്നേഹം ഉണ്ടാകുക, സ്വന്തം രാജ്യത്തെ ജീവന തുല്യം സ്നേഹിക്കുക. അത് അതിർത്തി കാക്കുന്നവർ മാത്രമല്ല, എവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നവർ ഇന്ത്യയെ അമ്മയായി കരുതുക. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ്, അപേക്ഷയാണ്, സ്വീകരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.